വെൽക്കം ടു സ്റ്റുഡന്റ്. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് +2 ഫിസിക്സിന്റെ 5ാമത്തെ ചാപ്റ്റർ, അതായത് മാഗ്നറ്റിസം ആൻഡ് മാറ്റർ എന്ന് പറയുന്ന ചാപ്റ്ററിലെ ആദ്യത്തെ ടോപ്പിക് അല്ലെങ്കിൽ ആ ചാപ്റ്ററിലുള്ള ഫോക്കസ് പോയിന്റ് ടോപ്പിക്സ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിനു മുമ്പായിട്ട് നമ്മൾ നമ്മുടെ റാപ്പിഡ് കോഴ്സുകൾ കണ്ടിന്യൂ ആയിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഫസ്റ്റ് ബാച്ച് ഇപ്പോൾ ഓൺഗോയിങ് ആണ്. കുറേ സ്റ്റുഡൻസ് കൂടി റാപ്പിഡ് കോഴ്സിൽ ജോയിൻ ചെയ്യണം എന്ന് പറഞ്ഞു വന്നിട്ടുണ്ട്. സോ അവർക്ക് വേണ്ടി നമ്മളൊരു സെക്കൻഡ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുകയാണ് ജസ്റ്റ് ഫെബ്രുവരി 1 മുതൽ. സോ സെക്കൻഡ് ബാച്ച് എന്ന് വെച്ചാൽ 1 മന്തിനകത്ത് നിങ്ങളുടെ ഫോക്കസ് പോയിന്റിലുള്ള എല്ലാ ടോപ്പിക്സും, ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് എന്ന് പറയുന്ന സബ്ജക്റ്റിന്റെ എല്ലാ ടോപ്പിക്സും കവറപ്പ് ചെയ്യും. സോ പ്ലസ് അതിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, ആ ഫോക്കസ് പോയിന്റിൽ നിന്ന് വന്നിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും നമ്മൾ പറഞ്ഞു തരുന്നതായിരിക്കും. സോ സെക്കൻഡ് ബാച്ചിൽ ജോയിൻ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർ താഴെ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി, മെസ്സേജ് അയച്ചാലും മതി, അതർവൈസ് കോൾ ചെയ്താലും മതി. ഞങ്ങൾ ഡീറ്റെയിൽസ് പറഞ്ഞു തരാം. ഓക്കെ, ഡിലേ ആക്കുന്നില്ല, നമുക്ക് നമ്മുടെ ചാപ്റ്ററിലോട്ട് കടക്കാം. സോ നമ്മുടെ ചാപ്റ്ററിൽ ആദ്യത്തെ ഫോക്കസ് പോയിന്റ് നോക്കി. ഈ ഡയഗ്രാം നോക്കരുത്, ഇത് ഡയഗ്രാം ഇടയിലൂടെ വരയ്ക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഓൾറെഡി വരച്ചു വെച്ചിരിക്കുന്നത്. നമ്മുടെ ആദ്യത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഗോസ് തിയറം ഇൻ മാഗ്നറ്റിസം. മാഗ്നറ്റിസത്തിലുള്ള ഗോസ് തിയറം എന്താണ്? നമ്മൾ ഇലക്ട്രിക് ഫീൽഡിന്റെ ബേസിസിലുള്ള ഗോസ് തിയറം നമ്മൾ ഓൾറെഡി പഠിച്ചു, നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു. ഇവിടെ മാഗ്നറ്റിസം ആണ്. സോ മാഗ്നറ്റിസത്തിൽ എന്താണ് ഗോസ് തിയറം, അതിന്റെ സ്റ്റേറ്റ്മെന്റ് എന്താണ് ഇക്വേഷൻ എന്ന് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതാണ് നിങ്ങളുടെ ഒന്നാമത്തെ ഫോക്കസ് പോയിന്റ് ക്വസ്റ്റ്യൻ. സോ നമുക്ക് അറിയാം, അല്ലെങ്കിൽ ഞാൻ അതിന്റെ സ്റ്റേറ്റ്മെന്റ് ആദ്യം പറയാം. അതായത് ഒരു ക്ലോസ്ഡ് സർഫേസ് എടുത്താൽ ആ ക്ലോസ്ഡ് സർഫേസിലുള്ള മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഇലക്ട്രിക് ഫ്ലക്സ് അല്ല, മാഗ്നറ്റിക് ഫ്ലക്സ്. സോ നമുക്ക് എങ്ങനെ പറയാം? The total magnetic flux associated by a closed surface will be equal to 0. Otherwise, the surface integral of the magnetic flux in a closed surface will be equal to 0. ഒരു ക്ലോസ്ഡ് സർഫേസ് എടുത്താൽ അതിനകത്തുള്ള മാഗ്നറ്റിക് ഫ്ലക്സിന്റെ അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡിന്റെ സർഫേസ് ഇന്റഗ്രൽ എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 ആയിരിക്കും. സോ B dot ds will be equal to 0. ഇത് തന്നെയല്ലേ മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് പറയുന്നത്. B dot ds ആണ് മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ക്ലോസ്ഡ് സർഫേസിലുള്ള മാഗ്നറ്റിക് ഫ്ലക്സ് എന്തായിരിക്കും? 0 ആയിരിക്കും. അതാണ് നിങ്ങളുടെ സ്റ്റേറ്റ്മെന്റ്. ഇതിന്റെ ഗോസ് തിയറത്തിന്റെ മാഗ്നറ്റിസത്തിലുള്ള ഗോസ് തിയറത്തിന്റെ സ്റ്റേറ്റ്മെന്റ് ആണ് the total magnetic flux associated by a closed surface will be equal to 0. ഇവിടെ സർഫേസ് ഇന്റഗ്രലിലെ s കൂടി നമുക്ക് കിട്ടണം. ഇന്റഗ്രേഷൻ സർഫേസ് ഇന്റഗ്രേഷൻ ആണ്. സോ വി ഹാവ് ടു പുട്ട് s. ക്ലിയർ അല്ലേ? ഇതാണ് നിങ്ങളുടെ ആദ്യത്തെ ഫോക്കസ് പോയിന്റ് ക്വസ്റ്റ്യൻ. വളരെ സിമ്പിൾ ആണ്, സ്റ്റേറ്റ്മെന്റ് മാത്രം മനസ്സിലാക്കിയാൽ മതി. ക്ലിയർ അല്ലേ? ദെൻ നെക്സ്റ്റ് ക്വസ്റ്റിന്റെ ഡയഗ്രാം ആണ് ഞാൻ ഇവിടെ വരച്ചിരിക്കുന്നത്. നെക്സ്റ്റ് വളരെ ഇമ്പോർട്ടന്റ്. ഈ ചാപ്റ്ററിന് 99% ചോദിക്കാൻ ചാൻസ് ഉള്ള, ഉറപ്പായിട്ട് വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് എർത്ത് മാഗ്നറ്റിസം എന്ന് പറയുന്ന ചോദ്യം. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ ഒരു ഡയഗ്രാം വരയ്ക്കാൻ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ എർത്ത് മാഗ്നറ്റിസത്തിന്റെ എലമെന്റ്സ് എന്താണ്, ഇതെല്ലാം നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. സോ ഞാൻ ആദ്യം ഇതിനെ കുറിച്ച് കടക്കുന്നതിന് മുമ്പ് എർത്തിന് ഒരു മാഗ്നറ്റിസം ഉണ്ടോ? അതാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ വെക്കുന്ന ചോദ്യം. എർത്തിന് മാഗ്നറ്റിസം ഉണ്ടോ? ഉണ്ട്, ഉറപ്പായിട്ടും ഉണ്ട്. കാരണം നമ്മൾ സിമ്പിൾ ആയിട്ട് ഒരു ബാർ മാഗ്നറ്റ് നമ്മുടെ സിമ്പിൾ ആയിട്ട് നമ്മളിങ്ങനെ ഹാങ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ആ മാഗ്നറ്റ് നോർത്ത് സൗത്ത് ഡയറക്ഷനിൽ പ്രോപ്പർ ഡയറക്ഷനിൽ അലൈൻ ചെയ്യും, ഉറപ്പാണ്. നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. അതിന് കാരണം എന്താണ്? ഒരു മാഗ്നറ്റ് ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ വെക്കുമ്പോഴാണ് അത് പ്രോപ്പറായിട്ട് അലൈൻ ചെയ്യാം, അല്ലെ? നോർമലായിട്ട് ഒരു സ്ഥലത്ത് വെച്ച് വെച്ചാൽ അത് അലൈൻ ചെയ്യില്ല. സോ ഒരു മാഗ്നറ്റ് അലൈൻ ചെയ്യണമെങ്കിൽ അവിടെ എന്തുണ്ടാവണം? ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവണം. സോ മാഗ്നറ്റിക് ഫീൽഡിന്റെ എക്സിസ്റ്റൻസ് ഉള്ളത് കൊണ്ട് മാത്രമാണ് ഒരു ബാർ മാഗ്നറ്റ് ആയാലും അത് പ്രോപ്പറായിട്ട് നമ്മൾ ഭൂമിയുടെ മുകളിൽ വെക്കുമ്പോൾ അലൈൻ ചെയ്യുന്നത്. സോ എർത്ത് ഹാസ് എ മാഗ്നറ്റിസം എന്ന് നമുക്ക് ഉറപ്പായി കഴിഞ്ഞു, അല്ലെ? എർത്തിന് ഒരു മാഗ്നറ്റിസം ഉള്ളതുകൊണ്ടാണ് എർത്തിൽ നമ്മളൊരു സാധനം വെക്കുമ്പോൾ അത് പ്രോപ്പറായിട്ട് അലൈൻ ചെയ്യുന്നത്. ഈ എർത്തിന്റെ മാഗ്നറ്റിസത്തിന് കാരണം എന്താണ്? പണ്ട് കാലങ്ങളിലെല്ലാം വിശ്വസിച്ചിരുന്നു എർത്തിനകത്ത്, നമ്മുടെ അകത്ത് കോറിനകത്ത് വലിയൊരു മാഗ്നറ്റിന്റെ പ്രസൻസ് ഉണ്ട്, അതുകൊണ്ടാണ് എർത്തിന് ഒരു മാഗ്നറ്റിസം ഉള്ളതെന്നൊക്കെയാണ് ആദ്യമൊക്കെ വിശ്വസിച്ചിരുന്നത്. പക്ഷെ സയന്റിസ്റ്റുകളൊക്കെ പിന്നീട് മനസ്സിലാക്കി കഴിഞ്ഞു. അതായത് നമ്മുടെ എർത്തിനകത്ത് എന്തുണ്ട്? ലാവ അല്ലെങ്കിൽ മാഗ്മയുണ്ട്. സോ അതിനകത്ത് ചാർജ്ഡ് പാർട്ടിക്കിൾസ് ആണ്. സോ എർത്ത് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഈ പറയുന്ന ചാർജ്ഡ് പാർട്ടിക്കിൾസും എന്ത് ചെയ്യും? റൊട്ടേറ്റ് ചെയ്യും. സോ അതുമൂലമാണ് എർത്തിന് എന്തുണ്ടാവുന്നത്? ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുന്നതാണ് ഫൈനൽ ആയിട്ട് നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്നത്. സോ അതിനെയാണ് ഡൈനാമോ എഫക്റ്റ് എന്ന് പറയുന്നത്. ഡൈനാമോ എഫക്റ്റ് ഒന്നുകൂടി പറഞ്ഞുതരാം. എർത്തിനകത്തുള്ള ചാർജ്ഡ് പാർട്ടിക്കിൾസിന്റെ മോഷൻ മൂലമാണ് എർത്തിന് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുന്നത്. എർത്തിനകത്ത് എങ്ങനെയാണ് ചാർജ്ഡ് പാർട്ടിക്കിൾസ് ഉണ്ടാവുക? നമുക്കറിയാം, എർത്തിനകത്ത് ലാവ അല്ലെങ്കിൽ മാഗ്മ തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഉണ്ട്. സോ ഈ സാധനങ്ങളെല്ലാം റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എർത്ത് ഓൾവേസ് റൊട്ടേറ്റിംഗ് ആണ്. സോ എർത്ത് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഇതിന് മോഷൻ ഉണ്ടാവുന്നു. സോ ചാർജ്ഡ് പാർട്ടിക്കിൾസിന്റെ മോഷൻ മൂലം എർത്തിന് ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുന്നു. സോ ഇതാണ് എർത്തിന്റെ മാഗ്നറ്റിക് ഫീൽഡിന്റെ കാരണം. റീസൺ ഫോർ ദ എർത്ത് മാഗ്നറ്റിക് ഫീൽഡ് ആണ് ഡൈനാമോ എഫക്റ്റ് എന്നാണ് പറയാം. ഓക്കെ, ഇനി നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് ഈ ഡയഗ്രാം ഒന്ന് ഞാൻ പറഞ്ഞുതരാവേ. സോ ഇതാണ് നമ്മുടെ എർത്ത്. ഇത് കാണുമ്പോൾ എർത്ത് പോലെയൊന്നും ഇല്ലെങ്കിലും ഇതാണ് എർത്ത്. എനിക്ക് കുറച്ച് ലിമിറ്റേഷൻസ് ഒക്കെ ഉണ്ട്. സോ ഇതാണ് ആക്സിസ്. നമുക്കറിയാം എന്താണ് നോർത്ത് പോൾ. എർത്തിന് എപ്പോഴും ഒരു നോർത്ത് പോളും ഉണ്ടാവും, ഒരു സൗത്ത് പോളും ഉണ്ടാവും. നമ്മൾ ചെറിയ ക്ലാസ് മുതൽ പഠിച്ചു വരുന്നതാണ്. സെയിം വേ നോർത്ത് പോളും സൗത്ത് പോളും. ഇതിന് താഴെ എന്തിനാണ് ജി ഇട്ടിരിക്കുന്നത് നിങ്ങൾക്ക് സംശയം ഉണ്ടാവും. കാരണം ഈ ജി റെപ്രസെന്റ്സ് ഇറ്റ് ഈസ് ജോഗ്രഫിക്കൽ നോർത്ത് ആൻഡ് ജോഗ്രഫിക്കൽ സൗത്ത്.
സോ ജോഗ്രഫിക്കൽ നോർത്തിനെ NG എന്നും ജോഗ്രഫിക്കൽ സൗത്തിനെ SG എന്നും റെപ്രസെന്റ് ചെയ്തിരിക്കുന്നു. മനസ്സിലാവുന്നുണ്ടോ? ജോഗ്രഫിക്കൽ നോർത്തിനെ NG എന്നും ജോഗ്രഫിക്കൽ സൗത്തിനെ SG എന്നുമാണ് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇത് രണ്ടും കണക്ട് ചെയ്യുന്ന ഒരു ആക്സിസ് വരച്ചിട്ടുണ്ടല്ലോ. ദ ആക്സിസ് വിച്ച് കണക്ടിങ് ദ ജോഗ്രഫിക്കൽ നോർത്ത് ആൻഡ് ജോഗ്രഫിക്കൽ സൗത്ത് ഓഫ് ദ എർത്ത് ഈസ് നോൺ ആസ് ജോഗ്രഫിക്കൽ ആക്സിസ്. മനസ്സിലാക്കുക, ജോഗ്രഫിക്കൽ നോർത്തും ജോഗ്രഫിക്കൽ സൗത്തും തമ്മിൽ കണക്ട് ചെയ്തിരിക്കുന്ന ആക്സിസിന് നമ്മൾ എന്ത് പറയും? ജോഗ്രഫിക്കൽ ആക്സിസ് എന്ന് പറയും. വളരെ സിമ്പിൾ അല്ലേ? സോ എർത്തിന് ഓൾറെഡി നമുക്കറിയാം ഒരു ജോഗ്രഫിക്കൽ നോർത്തും ജോഗ്രഫിക്കൽ സൗത്തും ഉണ്ടെന്ന് മനസ്സിലാവും. സോ അത് രണ്ടും കൂടി കണക്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് ആ ആക്സിസിനെ ജോഗ്രഫിക്കൽ ആക്സിസ് എന്ന് നമ്മൾ പറയുന്നു. പിന്നെ നിങ്ങൾ വിചാരിക്കും എന്താണ് ഇതിന് അടുത്ത ഒരു ഇൻക്ലൈൻഡ് ആയിട്ട് നമ്മൾ എന്തിനാണ് ഒരു ലൈൻ വരച്ചിരിക്കുന്നത്? നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും. അതെന്തെന്ന് വെച്ചാൽ നമ്മൾ ഒരു ബാർ മാഗ്നറ്റിനെ നമ്മളിങ്ങനെ ഹാങ് ചെയ്ത് വെച്ചു എന്ന് വെക്കാം. സിംപ്ലി ഇതൊരു ബാർ മാഗ്നറ്റ് ആണെന്ന് വെക്കാം. ഇത് അലൈൻ ചെയ്തിരിക്കുന്നത് എർത്തിന്റെ ഇപ്പൊ നോർത്ത് പോൾ അലൈൻസ് ടു ദ ജോഗ്രഫിക്കൽ നോർത്ത് പോൾ. വൃത്തിയായിട്ട് പറഞ്ഞുതരാം. സോ ഇത് എർത്തിന്റെ നോർത്ത് പോൾ ആണ്, ഇത് എർത്തിന്റെ സൗത്ത് പോൾ ആണെന്ന് വെക്കാം. നമ്മളൊരു ബാർ മാഗ്നറ്റ് എടുത്തിട്ട് ഫ്രീ ആയിട്ട് സസ്പെൻഡ് ചെയ്ത് വെച്ചാലും അതിന്റെ നോർത്ത് പോള് എർത്തിന്റെ നോർത്ത് പോളിലോട്ടും അതിന്റെ സൗത്ത് പോള് എർത്തിന്റെ സൗത്ത് പോളിലോട്ടുമാണ് അലൈൻ ചെയ്യുക. മനസ്സിലാവുന്നുണ്ടോ? ഒരു ബാർ മാഗ്നറ്റ് എർത്തിൽ സസ്പെൻഡ് ചെയ്ത് വെച്ചാൽ ആ മാഗ്നറ്റിന്റെ നോർത്ത് പോള് എർത്തിന്റെ നോർത്ത് പോളിലോട്ടും ആ മാഗ്നറ്റിന്റെ സൗത്ത് പോള് എർത്തിന്റെ സൗത്ത് പോളിലുമോട്ടുമാണ് അലൈൻ ചെയ്തിരിക്കുന്നത്. സോ അതെന്ത് കണക്കാക്കാം? നമുക്കറിയാം ഒരു മാഗ്നറ്റിന്റെ നോർത്ത് അല്ലെങ്കിൽ നോർത്ത് പോൾ എപ്പോഴും ഏത് പോളുമായിട്ടാണ് അട്രാക്ട് ചെയ്യുക അല്ലെങ്കിൽ ഏത് പോളുമായിട്ടാണ് അലൈൻ ചെയ്യുക? സൗത്ത് പോളുമായിട്ടാണ് അലൈൻ ചെയ്യുക. സെയിം വേ ഒരു മാഗ്നറ്റിന്റെ സൗത്ത് പോൾ ഏത് പോളുമായിട്ടാണ് അലൈൻ ചെയ്യുക? നോർത്ത് പോളുമായിട്ടാണ് അലൈൻ ചെയ്യുക. ഇത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. നമ്മൾ ചെറിയ ക്ലാസ് മുതൽ പഠിച്ചാണ് നോർത്തും സൗത്തും ആണ് അട്രാക്ട് ചെയ്യുക. അത് നമുക്ക് അറിയുന്ന കാര്യമാണ്. സെയിം പോൾസ് വരുമ്പോൾ എപ്പോഴും റിപ്പൽ ചെയ്യുകയാണ് ചെയ്യുക. സോ ഇവിടെ നോർത്ത് പോൾ എർത്തിന്റെ നോർത്ത് പോളുമായിട്ട് എർത്തിന്റെ ജോഗ്രഫിക്കൽ നോർത്ത് പോളുമായിട്ടും സൗത്ത് പോൾ എർത്തിന്റെ ജോഗ്രഫിക്കൽ സൗത്ത് പോളുമായിട്ടാണ് അലൈൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് എന്ത് കൺക്ലൂഡ് ചെയ്യാം? എർത്തിന്റെ നോർത്ത് പോൾ അതായത് ജോഗ്രഫിക്കൽ നോർത്ത് പോൾ ആക്ട് ആസ് എ മാഗ്നറ്റിക് സൗത്ത് പോൾ. ഇറ്റ് ആക്ട് ആസ് എ മാഗ്നറ്റിക് സൗത്ത് പോൾ. മാഗ്നറ്റിക് സൗത്ത് പോൾ ആയിട്ടാണ് എന്ത് ആക്ട് ചെയ്യുന്നത്? എർത്തിന്റെ നോർത്ത് പോൾ ആക്ട് ചെയ്യുന്നത്. കാരണം മാഗ്നറ്റിക് സൗത്ത് ആണെങ്കിലല്ലേ മാഗ്നറ്റിക് നോർത്ത് അതുമായിട്ട് അലൈൻ ചെയ്യത്തുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? സെയിം വേ ഈ പറയുന്ന സൗത്ത് പോൾ ജോഗ്രഫിക്കൽ സൗത്ത് പോൾ ആക്ട് ആസ് എ മാഗ്നറ്റിക് നോർത്ത് പോൾ. മാഗ്നറ്റിക് നോർത്ത് പോൾ ആയിട്ടാണ് എന്ത് ആക്ട് ചെയ്യുന്നത്? ജോഗ്രഫിക്കൽ സൗത്ത് പോൾ ആക്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് മാഗ്നറ്റിന്റെ സൗത്ത് പോൾ ഏതുമായിട്ട് അലൈൻ ചെയ്തിരിക്കുന്നത്? ഈ പറയുന്ന ജോഗ്രഫിക്കൽ മാഗ്നറ്റിക് നോർത്ത് പോൾ ആയിട്ട് അലൈൻ ചെയ്തിരിക്കുന്നത്. ക്ലാരിഫൈ വരുത്തുക, വൃത്തിയായിട്ട് മനസ്സിലാക്കി വെക്കാം. ഒന്നുകൂടി ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞുതരാം. നമ്മളൊരു ബാർ മാഗ്നറ്റിന്റെ എർത്തിൽ സസ്പെൻഡ് ചെയ്ത് വെച്ചാൽ ഫ്രീ ആയിട്ട് സസ്പെൻഡ് ചെയ്ത് വെച്ചാൽ മാഗ്നറ്റിന്റെ നോർത്ത് പോളും എർത്തിന്റെ ജോഗ്രഫിക്കൽ നോർത്ത് പോളിന്റെ അതേ ഡയറക്ഷൻ അലൈൻ ചെയ്യും. കാരണം എന്താണ്? എർത്തിന്റെ ജോഗ്രഫിക്കൽ നോർത്ത് പോൾ എന്തായിട്ട് ആക്ട് ചെയ്യും? മാഗ്നറ്റിക് സൗത്ത് പോൾ ആയിട്ട് ആക്ട് ചെയ്യും. സെയിം വേ എർത്തിന്റെ ജോഗ്രഫിക്കൽ സൗത്ത് പോൾ എന്തായിട്ട് ആക്ട് ചെയ്യും? മാഗ്നറ്റിക് നോർത്ത് പോൾ ആയിട്ട് ആക്ട് ചെയ്യും. ക്ലിയർ ആവുന്നുണ്ടോ? സോ ഇത് മൂലമാണ് ഒരു ബാർ മാഗ്നറ്റ് നമ്മൾ സസ്പെൻഡ് ചെയ്താൽ അത് ആക്ട് ചെയ്യുന്നത്. സോ ഈ പറയുന്ന ഡയറക്ഷൻസ് എല്ലാം നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ എർത്തിന്റെ നോർത്ത് പോൾ എന്തായിട്ട് ആക്ട് ചെയ്യും? മാഗ്നറ്റിക് സൗത്ത് പോൾ ആയിട്ട് ആക്ട് ചെയ്യും. സെയിം വേ സോ സൗത്ത് പോൾ ആയിട്ട് ആക്ട് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഞാൻ പറഞ്ഞു? എപ്പോഴും നമുക്കറിയാം ഒരു ബാർ മാഗ്നറ്റ് എടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ നോർത്ത് ടു സൗത്ത് ആണെങ്കിൽ നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എങ്ങനെയായിരിക്കും? ഫ്രം നോർത്ത് ടു സൗത്ത് ആയിരിക്കില്ല മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ്. നമുക്ക് എല്ലാവർക്കും അറിയാം മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് നോർത്തിൽ നിന്ന് സൗത്തിലോട്ടായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെയാണ്? ഉള്ളിലോട്ടാണ്. സോ ഇത് എന്തായിട്ട് ആക്ട് ചെയ്യും? മാഗ്നറ്റിക് സൗത്ത് ആയിട്ട് ആക്ട് ചെയ്യും. ഇത് ഔട്ട്വേർഡ് ആണ്. ഔട്ട്വേർഡ് ആകുമ്പോൾ ഇവിടെ നിന്നാണ് ഔട്ട്വേർഡ് വരുന്നത്? നോർത്ത് പോളിൽ നിന്നാണ് പുറത്തോട്ട് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് വരുന്നത്. സോ ഇറ്റ് വിൽ ആക്ട് ആസ് എ മാഗ്നറ്റിക് നോർത്ത് പോൾ. മാഗ്നറ്റിക് നോർത്ത് പോൾ ആയിട്ട് ആക്ട് ചെയ്യും. ക്ലിയർ ആവുന്നുണ്ടോ? കൺസെപ്റ്റ് വൃത്തിയായിട്ട് മനസ്സിലാക്കി വെക്കുക. സോ അതുകൊണ്ടാണ് ഞാൻ ഈ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് വരച്ചിട്ടും റെപ്രസെന്റ് ചെയ്തത്. കാര്യം വൃത്തിയായിട്ട് മനസ്സിലാക്കുക. അപ്പൊ നമുക്ക് എർത്തിന്റെ മാഗ്നറ്റിക് ഫീൽഡിന്റെ കാരണം മനസ്സിലായി, എർത്തിന്റെ മാഗ്നറ്റിക് പോൾസ് മനസ്സിലായി. ക്ലിയർ? സോ മാഗ്നറ്റിക് സൗത്തും മാഗ്നറ്റിക് നോർത്തും തമ്മിൽ കണക്ട് ചെയ്യുന്ന ആക്സിസിനെയാണ് നമ്മൾ എന്ത് പറയുക? മാഗ്നറ്റിക് ആക്സിസ് എന്ന് പറയുക. ദ ആക്സിസ് വിച്ച് കണക്ട്സ് ദ മാഗ്നറ്റിക് സൗത്ത് ആൻഡ് മാഗ്നറ്റിക് നോർത്ത് പോൾ is known as magnetic axis. So അതിനെയാണ് ഞാൻ MA എന്ന് ഡിനോട്ട് ചെയ്തിരിക്കുന്നത്. GA എന്ന് പറഞ്ഞാൽ ജോഗ്രഫിക്കൽ ആക്സിസ് ആണ്, MA എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് ആക്സിസ് ആണ്. ക്ലിയർ അല്ലേ? സോ ഇത് വൃത്തിയായിട്ട് മനസ്സിലാക്കി വെക്കുക. അടുത്ത് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ജോഗ്രഫിക്കൽ മെറിഡിയൻ. എന്താണ് ജോഗ്രഫിക്കൽ മെറിഡിയൻ എന്ന് അറിയണം.
എന്താണ് ജോഗ്രഫിക്കൽ മെറിഡിയൻ? എർത്തിന്റെ മാഗ്നറ്റിക് ഫീൽഡിന്റെ എലമെന്റിലോട്ട് കടക്കുന്നതിന് മുമ്പ് വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു ടോപ്പിക്കാണ് ജോഗ്രഫിക്കൽ മെറിഡിയൻ. എന്താണ് ജോഗ്രഫിക്കൽ മെറിഡിയൻ എന്ന് അറിഞ്ഞിരിക്കണം. സോ ജോഗ്രഫിക്കൽ മെറിഡിയൻ എന്ന് പറഞ്ഞാൽ the plane which connect the geographical north pole and geographical south pole of the earth. എർത്തിന്റെ ജോഗ്രഫിക്കൽ സൗത്ത് പോളും ജോഗ്രഫിക്കൽ നോർത്ത് പോളും തമ്മിൽ കണക്ട് ചെയ്യുന്ന പ്ലെയിനെയാണ് നമ്മൾ എന്ത് പറയാ, ജോഗ്രഫിക്കൽ മെറിഡിയൻ എന്ന് പറയാം. അപ്പൊ നമുക്ക് ഇംഗ്ലീഷിൽ എങ്ങനെ സ്റ്റേറ്റ്മെന്റ് ചെയ്യാം? സോ ജോഗ്രഫിക്കൽ മെറിഡിയൻ ഈസ് ദ പ്ലെയിൻ വിച്ച് കണക്ട് the earth geographical north and geographical south. എർത്തിന്റെ ജോഗ്രഫിക്കൽ നോർത്തും ജോഗ്രഫിക്കൽ സൗത്തും തമ്മിൽ കണക്ട് ചെയ്യുന്ന മെറിഡിയനാണ് അല്ലെങ്കിൽ പ്ലെയിനെയാണ് നമ്മൾ എന്ത് പറയാ, ജോഗ്രഫിക്കൽ മെറിഡിയൻ എന്ന് പറയാ. അടുത്തത് അതേപോലെ ഇമ്പോർട്ടന്റ് ആണ്. അടുത്തത് മാഗ്നറ്റിക് മെറിഡിയൻ. മാഗ്നറ്റിക് മെറിഡിയൻ നിങ്ങൾക്ക് അറിയാം, കാരണം ഇത് അറിഞ്ഞു വെച്ചാൽ അതും എളുപ്പത്തിൽ പറയാൻ വേണ്ടി പറ്റും. സോ എന്താണ് മാഗ്നറ്റിക് മെറിഡിയൻ? ദ പ്ലെയിൻ വിച്ച് കണക്ട് ദ എർത്തിന്റെ മാഗ്നറ്റിക് സൗത്തും മാഗ്നറ്റിക് നോർത്തും തമ്മിൽ കണക്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയാ, മാഗ്നറ്റിക് മെറിഡിയൻ എന്ന് പറയാം. ദ പ്ലെയിൻ വിച്ച് കണക്ട് ദ മാഗ്നറ്റിക് സൗത്ത് ആൻഡ് മാഗ്നറ്റിക് നോർത്ത് ഓഫ് ദ എർത്ത്. ക്ലിയർ ആവുന്നത്? മാഗ്നറ്റിക് സൗത്തും മാഗ്നറ്റിക് നോർത്തും തമ്മിൽ കണക്ട് ചെയ്യുന്ന പ്ലെയിനെയാണ് നമ്മൾ എന്ത് പറയാ, മാഗ്നറ്റിക് മെറിഡിയൻ എന്ന് പറയാം. ഇത് രണ്ടും വളരെ ഇമ്പോർട്ടന്റ് ആണ്. പരീക്ഷകൾ ചോദിക്കാറുണ്ട്, എന്താണ് മാഗ്നറ്റിക് മെറിഡിയൻ, അത് എഴുതുക, എന്താണ് ജോഗ്രഫിക്കൽ മെറിഡിയൻ, അത് എഴുതുക എന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ കാണാറുണ്ട്. സോ ഇമ്പോർട്ടന്റ് ആയിട്ട് അറിഞ്ഞു വെക്കണം എർത്തിന്റെ മാഗ്നറ്റിക് ആൻഡ് ജോഗ്രഫിക്കൽ മെറിഡിയൻസ്. ക്ലിയർ ആവുന്നതാ? ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്, ഈ ചാപ്റ്ററിൽ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന ക്വസ്റ്റ്യൻ ആണ് എലമെന്റ്സ് ഓഫ് എർത്ത് മാഗ്നറ്റിക് ഫീൽഡ്, അല്ലെങ്കിൽ എർത്തിന്റെ മാഗ്നറ്റിക് ഫീൽഡിന്റെ എലമെന്റ്സ് ഏതൊക്കെയാണ്. സോ അതിൽ ഓരോരോ ടൈപ്പ് എലമെന്റ്സ് വരുന്നുണ്ട്. സോ ഒന്നാമത്തെ, ആകെ നമുക്ക് അതിനകത്ത് 3 എലമെന്റ്സ് ആണ് വരുന്നത്. സോ ഒന്നാമത്തെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒന്നാമത്തെ എലമെന്റ് എന്ന് പറയുന്നത് ഡിക്ലൈനേഷൻ ആണ്. ഡിക്ലൈനേഷൻ എന്താണ്? ഡിക്ലൈനേഷൻ എന്ന് പറഞ്ഞാൽ, ഡിക്ലൈനേഷൻ എന്തെന്ന് പറഞ്ഞാൽ, ഞാൻ ഇവിടെ തിയറി ആയിട്ട് എഴുതുന്നില്ല, കാരണം നിങ്ങളത് ടെക്സ്റ്റ് ബുക്കിനകത്ത് തിയറി കൺസെപ്റ്റ്സുകൾ ഉണ്ടാവും, നിങ്ങൾക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ക്ലാസ് വയ്ക്കുന്നത്. സോ എന്താണ് ഡിക്ലൈനേഷൻ എന്ന് പറഞ്ഞാൽ, ഇറ്റ് ഈസ് എ ആംഗിൾ ബിറ്റ്വീൻ മാഗ്നറ്റിക് മെറിഡിയൻ ആൻഡ് ജോഗ്രഫിക്കൽ മെറിഡിയൻ. മാഗ്നറ്റിക് മെറിഡിയനും ജോഗ്രഫിക്കൽ മെറിഡിയനും തമ്മിലുള്ള ആംഗിളിനെയാണ് നമ്മൾ എന്ത് പറയുക, ഡിക്ലൈനേഷൻ എന്ന് പറയുക. ഡിക്ലൈനേഷൻ ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ മാഗ്നറ്റിക് മെറിഡിയൻ ആൻഡ് ജോഗ്രഫിക്കൽ മെറിഡിയൻ ഓഫ് ദ എർത്ത്. എർത്തിന്റെ ജോഗ്രഫിക്കലും മാഗ്നറ്റിക് മെറിഡിയനും തമ്മിലുള്ള ആംഗിളിനെയാണ് നമ്മൾ എന്ത് പറയാ, ഡിക്ലൈനേഷൻ എന്ന് പറയാം. വളരെ ഇമ്പോർട്ടന്റ് ആണ്. അടുത്തത് ഇൻക്ലൈനേഷൻ. ഇൻക്ലിനേഷൻ അല്ലെങ്കിൽ ഡിപ്പ് എന്ന വാക്കുകൊണ്ട് ഇതിന് ഉപയോഗിക്കാം. ഇൻക്ലിനേഷൻ അതർവൈസ് ഡിപ്പ്. സോ ഇൻക്ലിനേഷനും ഡിപ്പും, അല്ലെങ്കിൽ അത് ഏതെങ്കിലും ഒന്ന് പറയാന്ന് വെച്ചാൽ, ഇത് രണ്ടും സെയിം തന്നെയാണ്, വേറൊരു പേരാണ് ഡിപ്പ് എന്ന് പറയുന്നത്. സോ ഇത് നമ്മൾ സ്റ്റേറ്റ്മെന്റ് ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ ഇത് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ഒരു ഡയഗ്രാം വരയ്ക്കുന്നുണ്ട്. സോ ഈ ബി ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്, ഇതിനകത്ത് എക്സ് ആക്സിസും ഉണ്ട് വൈ ആക്സിസും ഉണ്ട്. സോ ബി ഇൻഡിക്കേറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ് ആണ്. ബി എന്ന് പറഞ്ഞാൽ ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ് ഓഫ് എർത്ത് ആണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ക്ലിയർ ആവുന്നുണ്ടോ? സോ ഈ എർത്തിന്റെ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഹൊറിസോണ്ടൽ കമ്പോണന്റ് ആണ് ബി എച്ച് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇവിടെ എക്സ് ആക്സിസിൽ വരച്ചിരിക്കുന്നത്. എക്സ് ആക്സിസിൽ വരച്ചിരിക്കുന്നത് ഈ ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഹൊറിസോണ്ടൽ കമ്പോണന്റ് ആണ്. ഈ ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡിന്റെ വെർട്ടിക്കൽ കമ്പോണന്റ് നമുക്ക് എന്ത് എഴുതാം, ബി വി എന്ന് റെപ്രസെന്റ് ചെയ്യാം. സോ ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്, അതിനെയാണ് ബി എന്ന് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. സോ അതിനൊരു ഹൊറിസോണ്ടലും ഉണ്ട്, ഒരു വെർട്ടിക്കൽ കമ്പോണൻസും ഉണ്ട്. സോ ഹൊറിസോണ്ടൽ കമ്പോണന്റിനെ ബി എച്ച്, എച്ച് ഫോർ ഹൊറിസോണ്ടൽ, ബി വി, വി ഫോർ വെർട്ടിക്കൽ. സോ ഇതിന് 2 കമ്പോണൻസ് ആയിട്ട് ഞാൻ സ്പ്ലിറ്റ് ചെയ്തു, ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ. ക്ലിയർ അല്ലേ? So the angle between the earth total intensity to the horizontal component നെ നമ്മൾ theta എന്ന് റെപ്രസെന്റ് ചെയ്തു. Theta is the angle between the total intensity of magnetic field with its horizontal component. Theta is the angle between the total intensity of magnetic field with its horizontal component. അതിനെ ഞാൻ theta എന്നും റെപ്രസെന്റ് ചെയ്തു. ക്ലിയർ അല്ലേ? ഈ ഡയഗ്രാം അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ ഒരു സെക്കൻഡ് എലമെന്റ് ഓഫ് എർത്ത് മാഗ്നറ്റിക് ഫീൽഡ് അറിയുള്ളൂ, അതായത് ഇൻക്ലിനേഷൻ എന്താണെന്ന് നമുക്ക് അറിയത്തുള്ളൂ. നമുക്ക് നോക്കാം. എന്താന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഓൾറെഡി. ഇൻക്ലിനേഷൻ എന്ന് പറഞ്ഞാൽ തീറ്റ തന്നെയാണ്. തീറ്റ ഇസ് ദ ഇൻക്ലിനേഷൻ. അപ്പൊ നമുക്ക് എങ്ങനെ സ്റ്റേറ്റ്മെന്റ് ചെയ്യാം, അല്ലെങ്കിൽ എങ്ങനെ സ്റ്റേറ്റ് ചെയ്യാം, സ്റ്റേറ്റ്മെന്റ് ചെയ്യല്ല, എങ്ങനെ സ്റ്റേറ്റ് ചെയ്യാം. ഇറ്റ് ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ ദ ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ്, അല്ലെങ്കിൽ ഇറ്റ് ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ ദ എർത്തിന്റെ ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡിന്റെ കമ്പോണന്റും അതിന്റെ ഹൊറിസോണ്ടൽ കമ്പോണന്റും തമ്മിലുള്ള ആംഗിളിനെയാണ് നമ്മൾ എന്ത് പറയാ, ഇൻക്ലിനേഷൻ എന്ന് പറയാ. ഇറ്റ് ഈസ് ആംഗിൾ ബിറ്റ്വീൻ ദ എർത്ത് ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ് വിത്ത് ഇറ്റ്സ് ഹൊറിസോണ്ടൽ കമ്പോണന്റ്, വിത്ത് ഇറ്റ് ഹൊറിസോണ്ടൽ കമ്പോണന്റ്. ദാറ്റ് മീൻസ് തീറ്റയാണ് നമ്മൾ എന്ത് പറയാ, ഇൻക്ലിനേഷൻ അല്ലെങ്കിൽ ഡിപ്പ് എന്ന് പറയാ. ഇൻക്ലിനേഷൻ അല്ലെങ്കിൽ ഡിപ്പ് എന്ന് പറയുന്നത് തീറ്റയാണ്. അടുത്തത് മൂന്നാമത്തെ കാര്യമാണ് ഹൊറിസോണ്ടൽ ഇന്റൻസിറ്റി എന്ന് പറയുന്നത്. ഹൊറിസോണ്ടൽ ഇന്റൻസിറ്റി
ഹൊറിസോണ്ടൽ ഇന്റൻസിറ്റി ആണ് നമ്മുടെ മൂന്നാമത്തെ എർത്തിന്റെ എലമെന്റ് എന്ന് പറയുന്നത്. മൂന്നാമത്തെ വളരെ എളുപ്പമാണ്, ഇത്ര നേരം പറഞ്ഞതിനേക്കാളും കുറച്ചുകൂടി എളുപ്പമാണ്. സോ ബി എച്ച് ആണ് നമ്മുടെ മൂന്നാമത്തെ കമ്പോണന്റ്. ഹൊറിസോണ്ടൽ ഇന്റൻസിറ്റി എന്ന് പറഞ്ഞാൽ ബി എച്ച് ആണ്. എക്സ് ആക്സിസിൽ വരച്ച ഈ സാധനമില്ലേ, ഇതാണ് നമ്മുടെ ഹൊറിസോണ്ടൽ കമ്പോണന്റ് എന്ന് പറയാം, ബി എച്ച് എന്ന് പറയും. സോ എന്താണ് ബി എച്ച് എന്ന് പറഞ്ഞാൽ എങ്ങനെ നമുക്ക് സ്റ്റേറ്റ് ചെയ്യാം? ടോട്ടൽ ഇന്റൻസിറ്റി ഓഫ് മാഗ്നറ്റിക് ഫീൽഡിന്റെ ഹൊറിസോണ്ടൽ കമ്പോണന്റിനെയാണ് നമ്മൾ എന്ത് പറയാം? ഹൊറിസോണ്ടൽ ഇന്റൻസിറ്റി എന്ന് പറയാം. ഇറ്റ് ഈസ് ദ ഹൊറിസോണ്ടൽ കമ്പോണന്റ് ഓഫ് ദ ടോട്ടൽ ഇന്റൻസിറ്റി ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി അഥവാ ബിന്റെ ഹൊറിസോണ്ടൽ കമ്പോണന്റിനെയാണ് നമ്മൾ എന്ത് പറയാ? ഹൊറിസോണ്ടൽ ഇന്റൻസിറ്റി എന്ന് പറയാം. ടോട്ടൽ ഇന്റൻസിറ്റി ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് അഥവാ ബിന്റെ ഹൊറിസോണ്ടൽ കമ്പോണന്റ്, ദാറ്റ് മീൻസ് ബി എച്ച് ആണ് നമ്മുടെ മൂന്നാമത്തെ എലമെന്റ് എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഡെറിവേഷൻസ് ഒന്നും ഇവിടെ ഇല്ല, ഈ ഒരു പാർട്ടിൽ ഡെറിവേഷൻ വരുന്നില്ല. പക്ഷേ ഈ മൂന്നെണ്ണത്തിന്റെയും ഡെഫിനിഷൻ വൈസ് നമുക്ക് അറിഞ്ഞിരിക്കണം. മൂന്നെണ്ണത്തിന്റെയും ഡെഫിനിഷൻ വൈസ് അറിഞ്ഞിരിക്കണം. കൺസെപ്റ്റ് ബേസ്ഡ് പഠിച്ചാൽ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. സോ 3 എലമെന്റ്സ് പറഞ്ഞിരിക്കുക: ഡിക്ലിനേഷൻ, ഇൻക്ലിനേഷൻ അഥവാ ഡിപ്പ്, നെക്സ്റ്റ് വൺ ഹൊറിസോണ്ടൽ ഇന്റൻസിറ്റി. മൂന്നും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇനി നമുക്ക് ഈ ഒരു പാർട്ടിൽ നിന്ന് വരുന്ന ഒരു ചെറിയൊരു കുഞ്ഞു ഡെറിവേഷൻ കൂടിയുണ്ട്, അതുകൂടി ഞാൻ പറഞ്ഞുതരാം. സോ നമുക്ക് ഡെറിവേഷനിലോട്ട് കടക്കാം. ഡെറിവേഷൻ ഒന്നും പറയാൻ പറ്റില്ല, വളരെ ചെറിയൊരു പോർഷൻ ആണ്. ഇതിന് ഞാനൊരു ക്ലോസ്ഡ് ട്രയാങ്കിൾ ലെവൽ, സ്ക്വയർ ലെവലിലേക്ക് കൊണ്ടുവരികയാണ്. സോ ഇത് ബി വി ആണെങ്കിൽ ഇതെന്ത് വരും? ഇതും ബി വി ആയിരിക്കും. ക്ലിയർ അല്ലേ? ഈ ഒരു വശം ബി വി ആണെങ്കിൽ ഈ ഒരു വശം ബി വി ആണ്. ഇത് റെക്ടാംഗുലർ ഷേപ്പ് ആയിട്ട് കൺസിഡർ ചെയ്യാം കേട്ടോ. അല്ലാതെ ഞാൻ വരച്ചിരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഫീൽ ആയില്ലെങ്കിലും അങ്ങനെ കൺസിഡർ ചെയ്യാം. സോ ഞാൻ ഈ പാർട്ടി വേണമെങ്കിൽ ഒന്ന് ഇവിടെ റീ അറേഞ്ച് ചെയ്ത് വരച്ച് കാണിച്ചു തരാമേ. സോ ഇതെന്ന് പറയുന്നത് ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ് ആണ് ബി എന്ന് പറയുന്നത്. ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി ബി ആണ് ഇത് വരച്ചിരിക്കുന്നത്. സോ ഇവിടെ ബി വി ആണെങ്കിൽ ഇവിടെയും ബി വി ആയിരിക്കും. സോ ഇതെന്തായിരിക്കും? ബി വി ആയിരിക്കും. മുകളിലത്തെ പോർഷൻ ബി എച്ച് ആണ്. മുകളിലത്തെ പോർഷൻ ബി എച്ച് ആണ്. ഇത് തീറ്റയാണ്. ആ ട്രയാങ്കിളിനെ ഞാൻ ഇവിടെ സെപ്പറേറ്റ് ആയിട്ട് വരച്ചിട്ടുണ്ട്. എല്ലാവർക്കും കാണുന്ന പോലെ തന്നെ വരച്ചിരിക്കുന്നത് മനസ്സിലാക്കുക. ഇതെന്ന് പറയുന്ന ടോട്ടൽ ഇന്റൻസിറ്റി ബി ആണ്. ഇത് അതിന്റെ വെർട്ടിക്കൽ കമ്പോണന്റ് ആണ്. വെർട്ടിക്കൽ കമ്പോണന്റ് ഈ സൈഡ് വരെ, അത് ഞാൻ ആ സൈഡിൽ ഈക്വൽ ആയത് കാരണം അപ്പുറ സൈഡിൽ വരച്ചിരിക്കുന്നു. ബി എച്ച് എന്ന് പറയുന്നത് അതിന്റെ ഹൊറിസോണ്ടൽ കമ്പോണന്റ് ആണ്. തീറ്റ എന്ന് പറഞ്ഞാൽ ഇൻക്ലിനേഷൻ അഥവാ ഡിപ്പ് ആണ്, നമുക്കറിയാം. ദെൻ നമുക്കിവിടെ എന്ത് അപ്ലൈ ചെയ്യാം? പൈത്തഗോറസ് തിയറം അപ്ലൈ ചെയ്യാം. എന്താണ് പൈത്തഗോറസ് തിയറം? ഹൈപ്പോടെന്യൂസ് സ്ക്വയർ ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. ഇതാണ് നമ്മുടെ പൈത്തഗോറസ് തിയറം എന്ന് പറയുന്നത്. എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. മാത്സിൽ കുഞ്ഞു ക്ലാസ് മുതൽ നമ്മൾ പഠിക്കാറുണ്ട്. സോ ഇവിടെ ഏതാണ് ഹൈപ്പോടെന്യൂസ് എന്ന് പറയുന്നത്? ഇതാണ് ആംഗിൾ തീറ്റ. ഇവിടെ ഏതാണ് ഹൈപ്പോടെന്യൂസ്? എപ്പോഴും നമ്മൾ ട്രയാങ്കിൾ എടുത്ത ഹൈപ്പോടെന്യൂസ് ഏതാണ്? വലിയ സൈഡാണ് ഹൈപ്പോടെന്യൂസ് എന്ന് പറയുന്നത്. ഇവിടെ വലിയ സൈഡ് ഏതാണ്? ബി ആണ്. സോ ബി സ്ക്വയർ ഈക്വൽ ടു ബേസ് സ്ക്വയർ. നിങ്ങൾക്ക് ഏത് വേണമെങ്കിൽ ബേസ് ആയിട്ട് എടുക്കാം, കാരണം പ്ലസ് ആയതാണ്. നമുക്ക് ബി എച്ച് ആയിട്ട് എടുക്കാം. സോ ബി സ്ക്വയർ എച്ച് പ്ലസ് ബി സ്ക്വയർ ബി. സോ ഒരിക്കലും ബി എന്ന് പറയുന്നത് ബിയും എച്ചും എല്ലാം അതിന്റെ സഫിക്സ് ആണ് കേട്ടോ. അല്ലാതെ അതിനൊപ്പം തന്നെ ബി വി എന്ന് എഴുതി വെക്കരുത്. ബി അതിന്റെ സഫിക്സ് ആണ്. ബി എപ്പോഴും താഴെ എഴുതണം. ക്ലിയർ ആവുന്നില്ല? വെർട്ടിക്കൽ കമ്പോണന്റ് എന്താണ് സൂചിപ്പിക്കുന്നത്? സോ അതിന്റെ താഴെ എഴുതണം, അല്ലാതെ അതിന് കൂടെ തന്നെ എഴുതരുത്. അതിന്റെ സഫിക്സ് ആയിട്ട് തന്നെ ബി എച്ചും ബി വിയും എഴുതണം. സോ ബി സ്ക്വയർ ഈക്വൽ ടു ബി സ്ക്വയർ എച്ച് പ്ലസ് ബി സ്ക്വയർ വി എന്ന് എഴുതാം. therefore ബി, അതായത് ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി ഈക്വൽ ടു റൂട്ട് ഓഫ് ബി സ്ക്വയർ എച്ച് പ്ലസ് ബി സ്ക്വയർ വി. ക്ലിയർ ആവുന്നുണ്ടോ? ഇതാണ് നമ്മുടെ ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റിയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആണ്, കാരണം ഇത് ബേസ് ചെയ്ത ചോദ്യങ്ങൾ പരീക്ഷയോട് ചോദിക്കാം. എർത്തിന്റെ മാഗ്നറ്റിക് ഫീൽഡ് ബേസ് ചെയ്ത ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ പറയുന്ന ടോട്ടൽ ഇന്റൻസിറ്റി ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് എന്ന് വരാൻ ചാൻസ് ഉള്ളത്. സോ ഇതും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് തന്നെ പഠിച്ചു വെക്കാം. ക്ലിയർ അല്ലേ? ഈ ഒരു ചോദ്യം മനസ്സിലായി വിചാരിക്കുന്നു. അതായത് ഈ ഒരു ഡെറിവേഷൻ നിങ്ങൾക്ക് മനസ്സിലായി വിചാരിക്കുന്നു. ഒരു കുഞ്ഞു ഡെറിവേഷൻ കൂടി ഈ ഒരു പാർട്ടിൽ ചോദിക്കാറുണ്ട്. ദാറ്റ് മീൻസ് അതായത് നമുക്ക് ഇത് കണ്ടാൽ നമുക്കൊരു കാര്യം മനസ്സിലാക്കാം. ഈ ട്രയാങ്കിൾ ആവശ്യമില്ലാവേ. സോ ഇത് കണ്ടാൽ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാവും. അതായത് ഈ ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഹൊറിസോണ്ടൽ കമ്പോണന്റ് ആണ് ബി എച്ച്. സോ നമുക്ക് ബി എച്ചിനെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? ബി കോസ് തീറ്റ എന്ന് എഴുതാലോ. നമുക്ക് അതിനെ രണ്ടായിട്ട് ഞാൻ റിസോൾവ് ചെയ്യാണ്. ബിനെ രണ്ടായിട്ട് റിസോൾവ് ചെയ്യാണ്. സോ ഈ ഹൊറിസോണ്ടൽ കമ്പോണന്റിനെ ബി കോസ് തീറ്റ എന്നും വെർട്ടിക്കൽ കമ്പോണന്റിനെ എങ്ങനെ നമുക്ക് റിസോൾവ് ചെയ്യാം? ബി സൈൻ തീറ്റ എന്നും. ചെറിയ ക്ലാസ് മുതൽ, അതായത് 10th ചിലപ്പോൾ റിസോൾവ് ചെയ്ത് പഠിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ +1 എന്തായാലും ഷുവർ ആയിട്ട് പഠിച്ച കാര്യമാണ്. അപ്പൊ ഇതാണ് തീറ്റ. സോ ബിന്റെ ഇത് ബി കോസ് തീറ്റ ആയിരിക്കും, ഇത് ബി സൈൻ തീറ്റ ആയിരിക്കും. എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? ബി സൈൻ തീറ്റ ബൈ ബി കോസ് തീറ്റ. അതായത് എന്താണ്? ബി വി ബൈ ബി എച്ച്. ബി വി ബൈ ബി എച്ച്, അതായത് ബി സൈൻ തീറ്റ ഡിവൈഡ് ബി കോസ് തീറ്റ. എന്തിന് ഈക്വൽ ആണ്? എന്തിന് ഈക്വൽ ആണ്? ടാൻ തീറ്റയ്ക്ക് ഈക്വൽ അല്ലേ? ടാൻ തീറ്റയ്ക്ക് ഈക്വൽ ആണോ? ആണ്. ഒന്നുകൂടി ഞാൻ പറഞ്ഞുതരാം. ഇതെന്ന് പറയുന്ന ബി വി ആണ്, ഇതെന്ന് പറയുന്നത് ബി എച്ച് ആണ്. സോ ബി സൈൻ തീറ്റ ബൈ ബി കോസ് തീറ്റ എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആണ്? ടാൻ തീറ്റയ്ക്ക് ഈക്വൽ ആണ്. ടാൻ തീറ്റയ്ക്ക് ഈക്വൽ ആണ്. ഒന്നുകൂടി പറയാം. എങ്ങനെ ടാൻ തീറ്റ വന്നത്? ബിയും ബിയും ക്യാൻസൽ ചെയ്താൽ സൈൻ തീറ്റ ബൈ കോസ് തീറ്റ ടാൻ തീറ്റ വരും. സോ ബി വി ബൈ ബി എച്ച് എന്തിന് ഈക്വൽ ആണ്?
ടാൻ തീറ്റയ്ക്ക് ഈക്വൽ ആണ് ബി വി ബൈ ബി എച്ച് എന്തിന് ഈക്വൽ ആണ്? ടാൻ തീറ്റയ്ക്ക് ഈക്വൽ ആണ്. ബി വി ബൈ ബി എച്ച് എന്ന് പറഞ്ഞാൽ ബി സൈൻ തീറ്റ ബൈ ബി കോസ് തീറ്റ അല്ലേ? സോ അതെന്തിന് ഈക്വൽ ആണ്? ടാൻ തീറ്റയ്ക്ക് ഈക്വൽ ആണ്. അങ്ങനെയാണെങ്കിൽ തീറ്റ എന്തിന് ഈക്വൽ ആയിരിക്കും? തീറ്റ എങ്ങനെ നമുക്ക് എടുക്കാം? ഇത് ഡിവൈഡ് ചെയ്തിട്ട് ടാൻ എന്ന് പറയുന്ന ടേം ഈക്വൽ ടു അപ്പുറത്ത് പോകുമ്പോൾ എന്താവും? ടാൻ ഇൻവേഴ്സ് ആവും. എങ്ങനെയാണ് ടാൻ ഇൻവേഴ്സ് എന്ന് പറഞ്ഞ ടേം വരുന്നത്? 1/tan എന്ന് പറഞ്ഞാൽ എന്താണ്? ടാൻ ഇൻവേഴ്സ് ആണ്. 1/tan എന്ന് പറഞ്ഞാൽ ടാൻ ഇൻവേഴ്സ് ആണ്. ഇവിടെയുള്ള ടാൻ ഈക്വൽ ടു അപ്പുറം വന്നാൽ ഡിവൈഡ് ആണ്. സോ 1/tan ആണ് വരിക. അതിന് നമുക്ക് എങ്ങനെ എഴുതാം? ടാൻ ഇൻവേഴ്സ് എന്ന് എഴുതാം. Therefore theta equal to tan ഇപ്പുറത്തെ സൈഡ് വന്നാൽ എന്ത് വരും? ടാൻ ഇൻവേഴ്സ് BV by BH, tan inverse BV by BH എന്ന് വരും. സോ ഇങ്ങനെയും നമ്മുടെ ഇൻക്ലിനേഷൻ അല്ലെങ്കിൽ ഡിപ്പ് കണ്ടുപിടിക്കാൻ വേണ്ടി ചോദിക്കാം. പ്രോബ്ലം വൈസ് ചോദിക്കുമ്പോഴാണ് ഇങ്ങനെ എഴുതുക. തീറ്റ ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ഓഫ് BV by BH. ഈ ഡെറിവേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ രണ്ട് ഡെറിവേഷൻസ് പഠിച്ചു. ഒന്ന് ടോട്ടൽ ഇന്റൻസിറ്റിക്കും പഠിച്ചു, പിന്നെ ഒന്ന് ഇൻക്ലിനേഷൻ അല്ലെങ്കിൽ ഡിപ്പിനും പഠിച്ചു. ഇത് രണ്ടും ബേസ് ചെയ്ത ചോദ്യങ്ങൾ പരീക്ഷകളിൽ ചോദിക്കാം. നിങ്ങൾ എലമെന്റ്സ് ഓഫ് എർത്ത് എന്ന് ചോദിക്കുമ്പോൾ ഡയറക്റ്റ് ആയിട്ട് ഇൻക്ലിനേഷൻ, ഡിപ്പ് അല്ലെങ്കിൽ ഡിക്ലിനേഷൻ എന്ന് എഴുതുന്നത് പകരം ഈ ഒരു ഡയഗ്രാം വൈസ് വരച്ച് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് എർത്തിന്റെ മാഗ്നറ്റിക് ഫീൽഡിനെ കുറിച്ച് പറഞ്ഞിട്ടും ദെൻ എഴുതുന്നതാണ് കുറച്ചുകൂടി നന്നായിരിക്കും. ആ പ്രസന്റേഷൻ കുറച്ചുകൂടി ബെറ്റർ ആയി ഫീൽ ആവും. സോ ഇത് എപ്പോഴും വരയ്ക്കാൻ അറിഞ്ഞു വെക്കുക. പ്രത്യേകിച്ച് ഒന്നുമില്ല, ഒരു സർക്കിൾ വരച്ചിട്ട് ജോഗ്രഫിക്കൽ മെറിഡിയനും മാഗ്നറ്റിക് മെറിഡിയൻ ഒക്കെ ഒന്ന് അടയാളപ്പെടുത്തിയാൽ മതി. ഓക്കെ ഫൈൻ. സോ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ഫോക്കസ് പോയിന്റിലുള്ള ചോദ്യം ഉള്ളത്. ഇനി നിങ്ങൾക്ക് ജസ്റ്റ് രണ്ട് വളരെ ചെറിയ ഡെഫിനിഷൻസ് മാത്രമേ ഉള്ളൂ, അതുകൂടി ഞാൻ പറഞ്ഞുതരാം. അതിൽ ഒന്നാമത്തെ ചോദ്യമാണ് മാഗ്നറ്റൈസേഷൻ. എന്താണ് മാഗ്നറ്റൈസേഷൻ എന്നാണ് നിങ്ങളുടെ ഫോക്കസ് പോയിന്റിലുള്ള നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അത് ജസ്റ്റ് ഒരു 2 ലൈൻ ഡെഫിനിഷൻ ആവുള്ളൂ. പക്ഷേ ഡെഫിനിഷൻ പറയുന്നതിന് മുമ്പ് നിങ്ങൾക്ക് കാര്യം മനസ്സിലായിരിക്കണം. അതുകൊണ്ടാണ് ഞാൻ പറയാൻ പോകുന്നത്. മാഗ്നറ്റൈസേഷൻ എന്താണ്? മാഗ്നറ്റൈസേഷൻ എന്ന് പറഞ്ഞാൽ ഒരു യൂണിറ്റ് ഏരിയയിൽ ഡെവലപ്പ് ആവുന്ന മാഗ്നറ്റിക് മൊമെന്റിനെയാണ്, മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റിനെയാണ് നമുക്ക് എന്ത് പറയാം? മാഗ്നറ്റൈസേഷൻ എന്ന് പറയാം. മാഗ്നറ്റൈസേഷൻ ഈസ് ദ മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് ഡെവലപ്ഡ് പെർ യൂണിറ്റ് ഏരിയ. ഒരു യൂണിറ്റ് ഏരിയയിലുള്ള മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റിനെയാണ് നമ്മൾ എന്ത് പറയാ? മാഗ്നറ്റൈസേഷൻ എന്ന് പറയാം. മറക്കാതിരിക്കുക, അണ്ടർസ്റ്റാൻഡ് ചെയ്ത് പഠിക്കാം. മാഗ്നറ്റൈസേഷൻ ഈസ് ദ മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് ഡെവലപ്ഡ് പെർ യൂണിറ്റ് ഏരിയ. ഇതാണ് നിങ്ങളുടെ ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത്. ഒന്നാമത്തെ ചോദ്യം പറഞ്ഞാൽ നെക്സ്റ്റ് രണ്ട് സബ് ക്വസ്റ്റ്യൻസിൽ ഒന്നാമത്തെ ഫോക്കസ് പോയിന്റിലുള്ള ഒന്നാമത്തെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. രണ്ടാമത്തെ എന്ന് പറയുന്നത് മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി. യെസ്, മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി. മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് H ഉപയോഗിച്ചിട്ടാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുക. മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി ഈസ് റെപ്രസെന്റഡ് ആസ് H എന്ന് പറയുന്ന ആൽഫബറ്റ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുക. അതെന്താണെന്ന് വെച്ചാൽ ഒരു മാഗ്നറ്റിക് ഫീൽഡിന് ഒരു മെറ്റീരിയലിനെ എത്രത്തോളം മാഗ്നറ്റൈസ് ചെയ്യാൻ വേണ്ടി പറ്റും, ഒരു മാഗ്നറ്റിക് ഫീൽഡ് കൊണ്ട് ഒരു മെറ്റീരിയലിനെ എത്രത്തോളം മാഗ്നറ്റൈസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇപ്പൊ ഞാനൊരു മാഗ്നറ്റിക് ഫീൽഡ് എടുത്തു. ആ മാഗ്നറ്റിക് ഫീൽഡ് കൊണ്ട് ഞാനൊരു ആണി എടുത്തു. ആ മാഗ്നറ്റിക് ഫീൽഡ് കൊണ്ട് ആ ആണിന് നമുക്ക് എത്രത്തോളം മാഗ്നറ്റൈസ് ചെയ്യാൻ വേണ്ടി പറ്റും, മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് അതിനകത്ത് എത്രത്തോളം ഇമ്പാർട്ട് ചെയ്യാൻ വേണ്ടി പറ്റും, അതിനെയാണ് നമ്മൾ എന്ത് പറയാം? മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി എന്ന് പറയാം. സോ ഇംഗ്ലീഷിൽ എങ്ങനെ നമുക്ക് ഡിഫൈൻ ചെയ്യാം? Magnetic field intensity is the measure of, and it is the degree of magnetization of a material by an external magnetic field. ഒരു external magnetic field ഉപയോഗിച്ചിട്ട് ഒരു മെറ്റീരിയലിനെ എത്രത്തോളം മാഗ്നറ്റൈസ് ചെയ്യാൻ വേണ്ടി പറ്റും, അതിനെയാണ് മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി എന്ന് പറയാ. അതിനെങ്ങനെ റെപ്രസെന്റ് ചെയ്യും? H എന്ന ആൽഫബറ്റ് ഉപയോഗിച്ച് റെപ്രസെന്റ് ചെയ്യും. ഓക്കെ, ക്ലിയർ അല്ലേ? സോ ഇത്രയേ ഉള്ളൂ നിങ്ങൾ അഞ്ചാമത്തെ ചാപ്റ്റർ. വളരെ കുഞ്ഞു ചാപ്റ്റർ ആണ്. ഫോക്കസ് പോയിന്റ് ബേസ് ചെയ്ത് പറയുമ്പോൾ 4 ക്വസ്റ്റ്യൻസേ ഉള്ളൂ. സോ വൃത്തിയായിട്ട് മനസ്സിലാക്കി പഠിക്കാം. ഇതോടുകൂടി ഈ ചാപ്റ്റർ കഴിഞ്ഞു. സോ ഫർദർ ചാപ്റ്റേഴ്സ് എല്ലാം അടുത്ത ക്ലാസ്സിലായിട്ട് പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്ത് നോക്കാം. കാരണം കുറേ കമന്റ്സ് വരുന്നുണ്ട്, ചേട്ടാ പെട്ടെന്ന് വീഡിയോസ് വരണം. കാരണം നമ്മുടെ ക്ലാസ് ഈ പറയുന്ന ഫെബ്രുവരി ലാസ്റ്റോട് കൂടി നിങ്ങൾക്ക് മാർച്ച് ഫസ്റ്റോടുകൂടി നിങ്ങൾക്ക് മോഡൽ എക്സാംസ് സ്റ്റാർട്ട് ചെയ്യും. അതിനകത്ത് എല്ലാ ചാപ്റ്റേഴ്സും കവറപ്പ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് പലരും പറയുന്നുണ്ട്. ഉറപ്പായും അതിനകത്ത് തന്നെ ഈ പറയുന്ന നിങ്ങളുടെ എല്ലാ ചാപ്റ്റേഴ്സും കവറപ്പ് ചെയ്തിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ചാപ്റ്റർ മനസ്സിലായി വിചാരിക്കുന്നു. സപ്പോസ് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ ഇടാം. നിങ്ങൾക്ക് റാപ്പിഡ് കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞങ്ങളുടെ നമ്പർ തന്നിട്ടുണ്ട്. സോ അതിനകത്ത് കോൺടാക്ട് ചെയ്യാം. സോ 1 മന്തിനകത്ത് 3 സബ്ജക്ട്സ്, ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ഇംഗ്ലീഷ് കൂടി ചിലപ്പോൾ ഇൻക്ലൂഡ് ചെയ്യും. സോ ഈ പറയുന്ന 4 സബ്ജക്ട്സ് കവറപ്പ് ചെയ്യുന്നതായിരിക്കും. സോ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.